ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് ബസൂക്ക സിനിമയുടെ റിലീസിന് ശേഷം ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ നമുക്കൊന്ന് പ്രതികരിക്കണം തോന്നി. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് വന്നത്. ഓക്കെ, എന്തായാലും സിനിമയിലൊരു കാമ്യോ ചെയ്തിട്ടുള്ള ആറാട്ടണ്ണൻ ആളെ ഇതിൽ അഭിനയിപ്പിച്ചത് ഭയങ്കര പ്രശ്നമായിട്ട് ചിലർക്ക് എന്തിനാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ആറാട്ടൻ എന്താ അഭിനയിക്കാൻ പറ്റില്ലേ? ആറാട്ടണ്ണൻ എന്താ സിനിമയിൽ അഭിനയിച്ച എന്താ പ്രശ്നം? ക്രെഡിബിലിറ്റി പോയില്ലേ? അത് മമ്മൂക്കയുടെ സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറൊക്കെ ഇത് എനിക്ക് തോന്നുന്നേ കുറച്ച് നല്ല അത്യാവശ്യം മോശമില്ലാത്തൊരു റോളാണത്. അത് അതിന്റെ ഒരു കുരുപൊട്ടലാണോ എന്നൊരു സംശയം. എന്താണെങ്കിലും ഇനിയിപ്പോ കുരു പൊട്ടിയതാണെങ്കിൽ പൊട്ടിയതല്ലെങ്കിലും കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ നന്നായിട്ട് തന്നെ ആളുടെ എക്സ്പ്രഷനും കൊണ്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. വേറെ സംസാരിക്കാനുള്ള ഡയലോഗുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ആ സിനിമയിൽ ആ സീന്, അതായത് ഇവരൊരു പ്രത്യേക കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഷന് വേണ്ടി നിൽക്കുകയാണ്. ആ മിഷൻ അവിടെ ഫെയിൽഡ് ആവണം. അതിന് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഒരാൾ വന്ന് അത് പരാജയപ്പെടുത്തിയെന്ന് കാണണമെങ്കിൽ ഇങ്ങനത്തെ ഒരാൾ വേണ്ടേ? അല്ലാതെ അല്ലെങ്കിൽ അതിന് ശേഷം ആളെ നമുക്കൊന്നും അറിയില്ല, ഇതിപ്പോൾ ആളെ പിടിച്ച് ചോദ്യം ചെയ്യണം, ആളുടെ മൊത്തം ഹിസ്റ്ററി പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് ഇത് കണക്ട് ചെയ്ത് തരണം. അതിനത്ര സീന് പോവും. അതിനകത്ത് ഇപ്പം ഇതിന് മാത്രം എന്ത് കുരുപൊട്ടാനുള്ളതെന്നാണ്. പക്ഷെ നമുക്കറിയാമായിരുന്നു മറ്റു ചിലർക്ക് കുരുപൊട്ടുന്നു. പക്ഷെ ഇങ്ങനെ എന്നാലും വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതായത് ഇതേപോലെ നടക്കുന്ന കുറച്ച് ടീമുണ്ട് ഇവരുടെ യൂണിവേഴ്സിൽ. ആ യൂണിവേഴ്സിലുള്ള മറ്റു പലർക്കും കുരുപൊട്ടുന്നാണ് കരുതിയത്. ഇതിപ്പോ വേറുള്ള കുറെ ആൾക്കാർക്കും കുരുപൊട്ടിയിട്ട് തോന്നുന്നു. എന്തിനാണാവോ ഒരു ഐഡിയ ഇല്ല. ഈ എന്താ ആറാട്ടണ്ണൻ എന്താ നിങ്ങളെ പിടിച്ച് കടിച്ചോ അല്ല അറിയാൻ വേലാഞ്ഞിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞു. സംഭവമൊക്കെ ശരി തന്നെ. നമ്മള് ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴത്തേക്കും പാഞ്ഞു വരുന്ന ഇങ്ങനൊക്കെ തന്നെയാണ്. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതല്ലാതെ അല്ല. എന്നാ പോലും എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതല്ല, എന്താണ് പ്രശ്നം? അതാണ് എന്താണാവോ അറിഞ്ഞൂടാ. എന്തായാലും ഒരു ട്രോൾ വീഡിയോ ഉണ്ട്. എന്തായാലും കൊളുത്തി എന്നുള്ളത് വ്യക്തമാണ്. അത് തിയേറ്ററിൽ നിന്ന് തന്നെ റെസ്പോൺസ് കണ്ടപ്പോൾ മനസ്സിലായി. നമുക്ക് പിന്നെ മുന്നേ ഇനിയിപ്പോൾ അതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അറിയാം. നീ ആവശ്യമില്ലാത്തൊന്നും പറയണ്ടത്. അല്ലെ തന്നെ ഇപ്പൊ വാങ്ങിച്ചു കൂട്ടിയില്ല എല്ലാവരും. ഓക്കെ, ഇത് ആൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ആറാട്ടണ്ണൻ ഈ സിനിമയിലുണ്ട്. അതെ, ആറാട്ടണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സിനിമേന്റെ സെറ്റിൽ പോയ കാര്യങ്ങളൊക്കെ. കാരവാൻ കിട്ടിയില്ല മാറാൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ഞാൻ ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ന്യൂസ് ആയിരുന്നു. വേറെ ഗംഭീരമായിട്ട് ഒന്നും കൂടി പെർഫോം ചെയ്യാനുള്ളതൊക്കെ കിട്ടിയേനെ. അത് പോയി. ഒരു സീനിന്റെ കുറവുണ്ട്. അതെ, പിന്നെ അത് അവര് അഡ്ജസ്റ്റ് ചെയ്തില്ലേ? പിന്നെ തൽക്കാലം വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടതാണ്. ഓക്കെ, എന്തായാലും ഒരു ട്രോൾ വീഡിയോ ഉണ്ട്. ഉബൈദ് ഇബ്രാഹിമിന്റെ ഒരു സ്പെഷ്യൽ ട്രോൾ വീഡിയോ ആണ്. കാണാം. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി. എപ്പോഴും പുതുമുകൾക്ക് അവസരം കൊടുക്കണല്ലോ. അതെന്റെ ജന്മ സ്വഭാവം. അതിലെന്താ തെറ്റ്? മറ്റാരുമല്ല, നമ്മുടെ ആറാട്ടണ്ണൻ. ആളുകൾ പലതും പറയുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. അവർക്കൊക്കെ പിന്നെ എന്താ പണി? എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ആറാട്ടണ്ണനെ കാണിച്ചത് ആറാട്ടണ്ണൻ തന്നെ പുറത്തു വിട്ടു രാവിലെ തന്നെ. എന്നാലും എന്റെ പൊട്ട, നീ എങ്ങനെ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. മറ്റേ റിക്യൂവിനെ പിടിച്ചു വെച്ച പോലെ പിടിച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായില്ല. ആറാട്ടണ്ണൻ തന്നെ പുറത്തു വിട്ടു. ആളൊരു തമാശക്കാരനാ. അതെ, ഇവനൊരു ബഫൂൺ കുടുംബത്തിലാണ് ജനിച്ചത് തന്നെ. എനിക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ല. അതുകൊണ്ട് എന്തായി കഴിഞ്ഞാലും അത് ഇനി സ്പോയിലർ അല്ല. ആറാട്ടണ്ണൻ ഉണ്ടാ. എന്റെ ആക്ട് നന്നായിരുന്നു അല്ലേ? നന്നാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏതായാലും എന്റെ അഭിനന്ദനങ്ങൾ. നമുക്ക് അങ്ങനെ ആറാട്ടണ്ണന്റെ ഒരു മാസ് സീൻ. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരുമാതിരി മറ്റാർത്ത പരിപാടി തന്നെയാണ്. ഓട്ടവർഗീസ് പാവല്ലേ? ഇല്ല സാർ, ഇവരെ കണ്ടാൽ അറിയാൻ കള്ളനാണെന്ന്. ഇതിലൂടെ എന്തെങ്കിലും സന്തോഷം അവർക്ക് കിട്ടുന്ന കിട്ടിക്കോട്ടെ. സത്യം പറയട്ടെ, ഞാൻ അഭിനയിച്ച 1-2 വർഷം മുമ്പ് ഞാൻ അഭിനയിച്ചാണ്. ഞാൻ ഇടയ്ക്ക് ഞാൻ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാ. അവസാനം വന്നു. പക്ഷെ ഇത് അറിഞ്ഞപ്പോ ഞാൻ വളരെ വളരെ സന്തോഷിച്ചു. കാണുമ്പോ ഭയങ്കര കയ്യടിയാണല്ലേ. ബാഡ് ബോയ്സ് അതുപോലെ നല്ല ഫേമസ് ആണ് കേട്ടോ ഇവിടെ. ഞാൻ അവസാനം വിചാരിച്ചു എന്നെ മാറ്റിയിട്ട് തെററെ കൊണ്ടൊരു തുറന്നു പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. ഇല്ല, ആളേനെ അഭിനയിച്ച് അരി വാങ്ങിച്ചൊന്നും എനിക്ക് യാതൊരു പ്രതീക്ഷ ഇട്ടടിക്കായിരിക്കും. ബസ് നല്ല പടയാൻ എനിക്ക് തോന്നിയത്. ഒത്തില്ല. എന്താണ് ഒത്തില്ല? സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കുന്നു. തിയേറ്ററിൽ കാണിച്ചപ്പോൾ ഓളെങ്ങനെയുണ്ടാവും? എനിക്കെന്നെ ചിരി പോകുന്നു എന്റെ വേസ്റ്റ് കണ്ടപ്പോ. എന്തുകൊണ്ട് ആൾക്കാർ ചിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായി.
എന്തൊരു താഴായ്മ. പാവല്ലേ? ഇനി അയ്യപ്പനാശാന്റെ സമയം തെളിയാൻ പോവല്ലേ? അതെ. ഗൗതമേനോടൊപ്പമൊക്കെ അഭിനയിക്കാൻ പറ്റിയത് ആണല്ലേ? എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. അല്ല, അങ്ങനെ ആക്ടിങ് ഇറങ്ങണമെന്നില്ല. ഇതെങ്ങനെ എന്റെ പോപ്പുലാരിറ്റി കൊണ്ട് അഭിനയിച്ചാ വേണോ? എനിക്ക് ജന്മനാ ആൾക്കാരെ പറയാം. ബസ്സുകാരെ അഭിനയിച്ചിന് എത്ര ലക്ഷം രൂപ പ്രതിഫലം മേടിച്ചു? പെണ്ണിന്റെ വയസ്സും ആണിന്റെ വരുമാനവും പുറത്തു പറയുന്ന അതാണ് സത്യം പറയട്ടെ, ഒരു ഗോൾ വാങ്ങിച്ചിട്ടില്ല. സംഭവം ഒന്നും തടഞ്ഞില്ല അല്ലേ? ഇല്ല. പക്ഷെ അതിന് മുമ്പ് പണമല്ല, ഈ കഴിവാണ് പ്രധാനം എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു. ഓക്കേ. സംഭവം എന്തായാലും കുരു പൊട്ടിയവർക്ക് എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞുകൂടാ. സ്വഭാവമാണോ അല്ലെങ്കിൽ ആൾ ഇങ്ങനെയൊക്കെയാണ്, അതായത് അതൊക്കെ കേൾക്കുമ്പോഴാണ് കുറെ പറയാൻ തോന്നുന്നത്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ സ്വഭാവ സവിശേഷതയൊക്കെ നോക്കി സ്വഭാവ സവിശേഷത വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളം എന്നല്ല സിനിമ ഇൻഡസ്ട്രി തന്നെ ആരും ഉണ്ടാവില്ല. സ്വഭാവമൊക്കെ വെച്ച് നോക്കിയിട്ടൊക്കെ അഭിനയിപ്പിക്കുകയാണെങ്കിൽ അബ്ദുൽ കലാം, പിന്നെ ഡയലോഗ് ഉണ്ടല്ലോ, അതാ പറഞ്ഞേ, സ്വഭാവം നോക്കിയിട്ടാണെങ്കിൽ അബ്ദുൽ കലാമിനെ കൊണ്ടൊന്ന് അതാ പറഞ്ഞേ. അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ടാണോ സിനിമ? അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയുന്ന എത്രയോ താരങ്ങളുണ്ട്, എന്തൊക്കെ പരിപാടികൾ ചെയ്യുന്ന ആൾക്കാര്. അതായത് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് ശരിക്കും ആ ഒരു ക്ലിപ്പ് കൊണ്ടുവരായിരുന്നു. ഏത് ബെസ്റ്റ് ആക്ടറിലെ ആ ഒരു സാധനം സത്യം. പിന്നെന്താണെന്നറിയോ, എനിക്ക് ഭാഗ്യം എന്തോ പോലെ ആയിപ്പോയി. ആ ഒരു ആറാട്ടണൻ ആ സീനിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് തന്നെ ചിരി വന്നു എന്റെ മുഖം കണ്ടപ്പോ. അതായത് മറ്റുള്ളവർ ചിരിക്കുന്നത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴേ അത് ഭയങ്കരമായിട്ട് അതെന്തോ എനിക്ക് ആളോട് അല്ല ചില കാര്യങ്ങളിൽ ഇപ്പൊ ചില സമയങ്ങളിൽ ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ നമ്മളങ്ങനെ ചൊറിയുന്ന രീതിയിലുള്ള ചില സാധനങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതെ, നമ്മളെ ചെറിയ രീതിയിൽ ബാധിക്കാറുണ്ട്. ഉള്ള ഓപ്പൺ ആയിട്ട് പറയാലോ, നമ്മൾ മെയിൻ ചെയ്തില്ലെങ്കിൽ പോലും ചില സമയങ്ങളിൽ ആൾ പറയുന്നത് നമ്മളെന്തായാലും കണ്ടുപോകും. അത് ഉറപ്പാണ്. ചിലത് നമുക്കൊരു ഇറിറ്റേറ്റിംഗ് സാധനം, എന്തിനാണ് ആൾ ഇങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അത് മിക്കപ്പോഴും രാത്രിയിലാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ ആ നീരസം പോലും ഈ ഒരു സാധനം പറഞ്ഞതിലൂടെ പോയി. ഇതൊക്കെ ഇവരൊക്കെ ഇത്ര തന്നെ ഉള്ളൂന്നേ, അല്ലെങ്കിൽ എല്ലാത്തിന്റെയും കാര്യങ്ങളൊക്കെ ഇത് തന്നെ. വെറുതെ അങ്ങ് ഫെയിം ആവാൻ വേണ്ടി എന്തൊക്കെയോ വാരി വലിച്ച് പറയുക പോവുക, അങ്ങനത്തെ സംഭവമാണ്. ശരിക്കും ആ സമയത്ത് ശരിക്കും ഈ രീതിയിലൊന്ന് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ സമയത്ത് ആളുടെ മനോഭാവം എന്താണെന്ന് അറിഞ്ഞൂടാ. ആ മനോഭാവത്തിലാവണം എപ്പോഴും. എങ്കിൽ ഇന്ന ആൾക്ക് ഇപ്പൊ ഉള്ള ഹേറ്റേഴ്സ് പോലും ഫാൻസ് ആയി. അതാണ് ഇതിപ്പോ കണ്ടപ്പോ നമുക്ക് തന്നെ ആകെ എന്തോ ഒരു വിഷമം പോലെ ഉള്ളിൽ വന്നുപോയി. അതിനകത്തൊക്കെ എന്തിരിക്കുന്നു, നമ്മൾ പോയി കാണുക, നല്ല ഇപ്പൊ കിട്ടുന്ന ചാൻസുകളിൽ അഭിനയിക്കുക. എന്തായാലും ആളുടെ ഭാഗ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇത് മറ്റവരും കൂടെ കൂടെ ഉണ്ടായിരുന്നോണ്ടാണ് അന്ന് അണ്ണൻ അടിയുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ അണ്ണൻ അത് ചെയ്തിട്ടുണ്ടാവുമായിരുന്നു, കംപ്ലീറ്റ് ചെയ്തേനെ. അന്ന് മറ്റേ ഇത് കിട്ടിയില്ലാന്ന് പറഞ്ഞിട്ട്, അതായത് ഇറക്കിവിടാ പോങ്ങനെ എന്ന് പറയുന്ന സീനില്ലേ, അതിന് മുൻപ് ഒരു ചെറിയ സീൻ ഉണ്ടാവാൻ സാധ്യത. ആ സാധനമാണ് പോയത്. അത് ചെറിയൊരു ഡയലോഗ് ഉള്ള ഒരു സീനായിരുന്നു. ആ സാധനമാണ് ഇല്ലാണ്ടായി പോയത്. അപ്പൊ എന്തായാലും വരട്ടെ. ഇവരൊക്കെ അഭിനയിക്കട്ടെ. എല്ലാരും പറ്റേന്ന്. സിനിമയല്ല ഇത്, ഇന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള കുത്തകയൊന്നും അല്ലല്ലോ, ആർക്കും അഭിനയിക്കാം, അത്രേ ഉള്ളൂ. ഇതിപ്പോ സന്തോഷ് പണ്ഡിറ്റ് പണ്ട് ഒരു സിനിമ എടുത്തപ്പോ ഉണ്ടായ വിവാദം പോലെ ആയിപ്പോയി. ആളുടെ പൈസക്ക് സിനിമ എടുത്തതിനും ഇവിടെ ഇരുന്ന് കുരു പൊട്ടുക മറ്റുള്ളവര്. എന്നിട്ട് അവർക്ക് മാത്രമുള്ള ആ സിനിമ, അവർക്ക് മാത്രമേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സിനിമ ഫീൽഡിലുള്ള ആൾക്കാർ തന്നെ അതിന് പ്രശ്നം ഉണ്ടാക്കി. ഇന്നിപ്പോ പുറത്തുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്തെന്ന് ഇന്ന് സിനിമ ഫീൽഡിലുള്ള ആൾക്കാർ പറയുന്നത് കുഴപ്പമില്ല, അവർ ചെയ്യട്ടെ എന്ന് പറയുന്നത്. ഹക്കീമൊക്കെ അതിന് പറഞ്ഞു. ഹക്കീമിന്റെ ഒക്കെ ആ ഇന്റർവ്യൂല് പറയണ ആളൊക്കെ എന്ത് കറക്റ്റ് ആയിട്ട് സാധനം പറഞ്ഞു പോയിട്ടുള്ളത്. നല്ല രസമുള്ള സീനാണ്. പിന്നെ ആളെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു എല്ലാവരെയും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു ഭയങ്കര രസമായിട്ടുള്ള തോന്നിയ ഒരു സീനാണത്. എന്താണെങ്കിലും ഇനി അഭിനയിക്കട്ടെ. അല്ല പിന്നെ അവൻ പാവല്ലേ, ആന്ന് എല്ലാരും വേണമെന്നേ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.